നിലമ്പൂർ സ്ഥാനാർത്ഥിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ UDF. ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കം. മുസ്ലിം ലീഗിന്റെ പിന്തുണയും ആര്യാടനുണ്ട്. ഇടതുമുന്നണി സംസ്ഥാന നേതാവിനെ തന്നെ കളത്തിലിറക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള M. സ്വരാജ് തന്നെ മത്സരിക്കുമെന്ന സൂചനകൾ CPM കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്വന്തം നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടെയെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചുവെന്നാണ് സൂചന. സ്വരാജ് അല്ലെങ്കിൽ സ്വതന്ത്രരെ നിലമ്പൂരിൽ നിയോഗിക്കാനാണ് സാധ്യത. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ BJPയിൽ പക്ഷേ ഭിന്നത തുടരുകയാണ്. എറണാകുളത്ത് UDFന്റെ ഉന്നതതല യോഗം ചേർന്നു. ഒന്നിലധികം പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. നിലമ്പൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഞങ്ങൾ അവസാനവട്ട ചർച്ചയിലാണ്. AICCക്ക് ഇന്ന് തന്നെ KPCCയുടെ പേര് നൽകിക്കൊണ്ടുള്ള നിർദ്ദേശം നൽകും. അതിനുള്ള ചർച്ചകൾ തുടരുകയാണ്. ഇന്നിലേറെ പേരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ അല്ല, ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. PV അൻവർ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കും. അതിനിടെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിൽ അഴിമതി നടമാടുകയാണെന്ന് അൻവർ ആരോപിച്ചു. ഏറ്റവും വലിയ അഴിമതി ഒരുപക്ഷെ കേരളം കണ്ട നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം ഇത് തന്നെയായിരിക്കും. പിന്നെ എന്താ ഇപ്പോൾ പുള്ളി പറയുന്നത്? ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വമില്ല. ആ തൊട്ട് ക്ഷ വരെ കേന്ദ്ര NHAI ആണ് കേന്ദ്രമാണെന്നാണ് പറഞ്ഞത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, 24 മണിക്കൂറിനകം എന്ന UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പറഞ്ഞതാണ്. ഇത് ഒന്നിലേറെ പേരുകൾ എന്ന് ഇപ്പോഴും KPCC പ്രസിഡന്റ് പറയുന്ന ഒരു സാഹചര്യം. ആ തരത്തിൽ ഉള്ള ഒരു ആശയക്കുഴപ്പം, ആ പേരുകളിലുള്ള ആശയക്കുഴപ്പം, അതിലൊരു കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല, കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വേണമോ അനുമാനിക്കാൻ? അപർണ, PV അൻവർ നിയമസഭാംഗത്വം രാജിവെച്ച് മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് VS ജോയ്, അതായത് നിലവിലെ DCC അധ്യക്ഷൻ കൂടിയായ VS ജോയ് അവിടെ സ്ഥാനാർത്ഥിയാകണം. കാരണം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും യുവാക്കളുടെ പിന്തുണ ഉറപ്പാക്കാനുമൊക്കെ VS ജോയിക്ക് കഴിയുമെന്നൊരു നിലപാടായിരുന്നു അൻവർ എടുത്തത്. പക്ഷേ അൻവർ അങ്ങനെ പരസ്യമായ ഒരു നിലപാടെടുത്തതിനോട് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉടലെടുത്തു. കാരണം അൻവർ മുന്നണിയുടെ ഭാഗമാകുന്നതിന് മുമ്പേ അൻവറിന്റെ മുമ്പിൽ വഴങ്ങി കോൺഗ്രസ് UDF എന്ന ഒരു പ്രതീതി ഉണ്ടാക്കും. അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നൽകുക. മുമ്പോട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ അത് ദോഷകരമായി ബാധിക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായി. അതിനിടയിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടി സണ്ണി ജോസഫിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെ ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ നടപടികൾ പൂർത്തിയായിട്ട്. അതിന് പിന്നാലെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ഒരു ക്രൈസ്തവ മുഖത്തെ വീണ്ടും ഉയർത്തിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായാൽ മറ്റ് സമുദായങ്ങൾക്കിടയിൽ അത് ആശയക്കുഴപ്പമുണ്ടാക്കും, അതൃപ്തി ഉണ്ടാക്കും എന്നൊരു വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അങ്ങനെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് തന്നെ VS ജോയ് തുടരട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പിന്നീട് ചർച്ചകളിൽ നിറയുന്നത് ആര്യാടൻ ഷൌക്കത്തിന്റെ പേരുകൾ തന്നെയായിരുന്നു. പക്ഷേ ആര്യാടൻ ഷൌക്കത്തുമായി ബന്ധപ്പെട്ട് VS ജോയിയുമായി നിൽക്കുന്ന ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. പ്രാദേശികമായി ഉയരുന്ന ചില എതിർപ്പുകളുണ്ട്. ഈ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ നിലമ്പൂരിൽ അഭിമാന പോരാട്ടത്തിൽ മത്സരരംഗത്തേക്ക് ഇറക്കിയാൽ അത് ജയസാധ്യതകളെ ബാധിക്കുമോ എന്നൊരു വലിയ ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഒറ്റ പേരിലേക്ക് അവർക്ക് കൃത്യമായി എത്താൻ കഴിയാത്തത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പൊതുസമ്മതനായ മറ്റൊരു പേര് കൂടി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന തരത്തിൽ ചർച്ചകൾ സജീവമായിരിക്കുന്നത്. അങ്ങനെ ചില പേരുകൾ കൂടി നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. KPCC അധ്യക്ഷൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയതും നമ്മൾ അല്പസമയം മുമ്പ് നൽകിയ ആ വാർത്തയുടെ വിശദാംശങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശം തന്നെയാണ്. അതായത് ഒറ്റ പേരിൽ അല്ല ചർച്ചയുള്ളത്, മറ്റു ചില പേരുകൾ കൂടി നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് എന്ന് പറയുമ്പോൾ അല്പസമയത്തിനകം എറണാകുളത്ത് മുതിർന്ന നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും കൃത്യമായി KPCCയുടെ ഭാഗത്ത് നിന്ന് ഒറ്റ പേര്, അതായത് ഒരു സർപ്രൈസ് മുഖം ഉണ്ടായേക്കും എന്നുള്ള അത് ഏതാണ്ട് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒന്നുകിൽ VS ജോയ് അല്ലെങ്കിൽ ആര്യാടൻ ഷൌക്കത്ത്, ഈ രണ്ട് പേരുകളിൽ ഒന്നിലേക്ക് കടക്കേണ്ടി വരും KPCCക്ക്. അതിനപ്പുറത്തേക്കുള്ള ഒരു ചോയ്സ് ഇപ്പൊ തൽക്കാലം പരിഗണിക്കുന്നില്ല. അങ്ങനെയാണോ? അങ്ങനെയല്ല സാഹചര്യം അപർണ. ഒരു പക്ഷേ ഒരു സർപ്രൈസ് മുഖം വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം
ഈ ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള നേതാക്കളോട് ചോദിക്കുമ്പോൾ വ്യക്തമായ ഒരു ഉത്തരം അവർ നൽകുന്നില്ല. മാത്രവുമല്ല ഈ മാധ്യമങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു വലിയ ആക്ഷേപം ഹൈക്കമാൻഡിന് ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഉയർത്തിക്കാണിക്കുന്ന ഒരു പേര് വീണ്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർത്തിക്കാണിച്ചാൽ അല്ലെങ്കിൽ ആ പേര് തന്നെ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പിന്നീട് അങ്ങോട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഏത് തരത്തിൽ ബാധിക്കും എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് പേരുകൾക്ക് അപ്പുറത്തേക്ക് പൊതുസമ്മതനായ മറ്റൊരു പേര് ജില്ലയിൽ നിന്ന് തന്നെ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന തരത്തിൽ കൂടി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായി KPCC നേതൃത്വം അതുമായി ബന്ധപ്പെട്ട അന്തിമമായ ഒരു പട്ടികയിലേക്ക് എത്തും. ആ പട്ടികയായിരിക്കാം ഒരുപക്ഷെ ഹൈക്കമാൻഡിന് കൈമാറുക. അത് ഒരു പേരല്ല, ഒരു പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഒന്നിലധികം ആളുകളുടെ ഒരു പട്ടികയായിരിക്കാം. അവിടെ നിന്ന് ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നാണ് സൂചന. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിദേശയാത്ര പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഡൽഹിയിൽ മടങ്ങിയെത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അദ്ദേഹവുമായി അന്തിമ ചർച്ചകൾ നടക്കും. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളത് AP അനിൽകുമാറാണ്. AP അനിൽകുമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുക. കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അനിശ്ചിതത്വം ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അതിലൊന്ന് കഴിഞ്ഞ തവണ 81,227 വോട്ടുകളാണ് PV അൻവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിലമ്പൂരിൽ നിന്ന് നേടിയത്. 78,527 വോട്ടുകൾ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായ UDFന്റെ VV പ്രകാശ് നേടുന്നു. ഏതാണ്ട് 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് PV അൻവർ എന്ന ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും നിലമ്പൂരിൽ നിന്ന് ജയിച്ചു കയറുന്നത്. അതായത് നെക്ക് ടു നെക്ക് ഫൈറ്റ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിലമ്പൂരിൽ നടന്നത്. അന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്ന അശോക് കുമാറിന് 8,500-ലധികം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ BJP മത്സര രംഗത്തേക്ക് ഇല്ല എന്നൊരു നിലപാട് എടുക്കും എന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അങ്ങനെ ഒരു നിലപാടെടുത്താൽ ആ BJP വോട്ടുകൾ എവിടേക്ക് ചായും? മനസാക്ഷി വോട്ട് ചെയ്യാം എന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയാലും അത് ഒരു അന്തർധാരയുടെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു നീക്കം നടക്കുന്നത് എന്നൊരു സന്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് കരുതലോടെ മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ BJP കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് വോട്ട് കച്ചവടം നടക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ UDF വലിയ പ്രചാരണായുധമാക്കി മാറ്റുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനോട് വ്യക്തിപരമായി ഞാൻ തിരികെ എത്താം ഡാൻ. അതായത് ഈ ആശയക്കുഴപ്പം UDFൽ നിൽക്കുമ്പോൾ അത് ഡാൻ പറഞ്ഞതുപോലെ ഒരു സർപ്രൈസ് മുഖം പോലും വരാനുള്ള ഒരു സാധ്യത ഒരു വശത്ത് ആര്യടൻ ഷൗക്കത്തിന് ഏറെ സാധ്യത എന്നുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് അത്തരം ഒരു നിലപാടിലേക്ക് ഒന്നിലേറെ പേരുകൾ പരിഗണിക്കുന്നുണ്ട് എന്ന് സണ്ണി ജോസഫ് പറഞ്ഞു തന്നെ മാധ്യമങ്ങൾ കേട്ടതാണ്. അല്പം സമയത്തിന് മുമ്പ് ഡാനിലേക്ക് വരാം. ഏത് തരത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുന്നത് എന്നുള്ള വിവരം കൂടിയുണ്ട്. അതിനു മുൻപ് മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് പടിപ്പാറ നമുക്ക് വെച്ചിരുന്നു. ജോർജ് പടിപ്പാറ, ഒന്നുകിൽ VS ജോയ് അല്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്ത്, അതിൽ തന്നെ ഒരു ആശയക്കുഴപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി സർപ്രൈസ് മുഖം തന്നെ വന്നേക്കാം ഒരുപക്ഷെ എന്ന് ഉള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. നിലമ്പൂരിൽ വളരെ നേരത്തെ കണ്ട ഒരു കാര്യമാണ്. PV അൻവർ പോലും ഈ തരത്തിൽ UDFനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരാശയക്കുഴപ്പം കോൺഗ്രസിൽ പ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? തുടക്കം മുതലേ നമ്മുടെ മുമ്പിൽ വന്നൊരു ചിത്രം എന്ന് പറയുന്നത് ഒന്നുകിൽ ആര്യടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ VF എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെയും ഏതാണ്ട് ഇന്ന് രാവിലെ വരെയുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഏതാണ്ട് ആര്യടൻ ഷൗക്കത്തിന്റെ വഴി തെളിഞ്ഞിരിക്കുന്നു, അദ്ദേഹമായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കാണ് വാർത്തകളെല്ലാം വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് ആ രീതിയിലായിരിക്കും മിക്കവാറും സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന നിലയ്ക്കാണ് ഇന്നത്തെ അവരുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായം എന്ന് പുറത്തു വന്നതോടുകൂടി രാഷ്ട്രീയ ചിത്രം അല്പം മാറിയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് കൂടാതെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ PV അൻവർ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആര്യടൻ ഷൗക്കത്തായിരിക്കും സ്ഥാനാർത്ഥി എന്ന വാർത്ത പുറത്തു വന്നതിൽ അദ്ദേഹത്തിന്റെ പച്ചയായിട്ടുള്ള അതൃപ്തി അങ്ങനെ തുറന്നു പറഞ്ഞില്ലെങ്കിലും സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും UDF വളരെ ഗൗരവത്തോടെ ആലോചിച്ചതിന് ശേഷം മാത്രമേ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാവൂ എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ആര്യടൻ ഷൗക്കത്ത് വരുന്നതിനോടുള്ള അതാണ് ശ്രീ ജോർജ് പടിപ്പാറ ഇന്നലെ അത് ചോദിക്കുമ്പോൾ ഏത് ചെകുത്താനായാലും എന്നാണ് പറഞ്ഞത്. ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് ചെകുത്താനായാലും ജയിക്കും എന്നാണ് പറഞ്ഞത്.
ആ വാക്കിൽ പോലും ഒരു സുഖമില്ലായ്മ ഉണ്ട്. അത് വേറെ പ്രശ്നം. അത് പിന്നെ ഒരു പ്രാസത്തിൽ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിക്കുക, ഒരു പ്രയോഗം. പക്ഷെ എങ്കിൽ പോലും ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ സംസാരത്തില് കുറച്ചുകൂടി പ്രകടമായിട്ടുള്ള അതൃപ്തി, അല്ലെങ്കിൽ വളരെ ആലോചിക്കണം, ആരായാലും പിന്തുണയ്ക്കും എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ആര്യടൻ ഷൗക്കത്തിന് വിജയസാധ്യത കുറവാണ് എന്ന പരോക്ഷ സൂചന നൽകുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ തന്റെ അണികൾ ആ ജോയിയോ ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ കിട്ടുന്ന ഒരു പിന്തുണ ഷൗക്കത്തിന് ഉണ്ടാവില്ല എന്ന സൂചന വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഇതൊക്കെ UDF സംബന്ധിച്ചിടത്തോളം ഇപ്പോ താങ്കൾ അതായത് ആ സമ്മർദ്ദം കൊണ്ടാണ് കോൺഗ്രസ് ഈ തീരുമാനം വൈകിക്കുന്നത് എന്നുണ്ടോ? അങ്ങനെ കൂടി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അൻവറിന്റെ സമ്മർദ്ദവും അതൃപ്തിയും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തീരുമാനം വൈകിക്കുന്നത്, അങ്ങനെയാണോ? അതൊരു വശം, അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ PV അൻവർ നിലമ്പൂരിൽ ഒരു പ്രധാന ഘടകമാണെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച 8000-ലധികം വോട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 17,000 വോട്ട് ലഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ ഈ വോട്ടുകൾ എങ്ങോട്ട് പോകും? സ്വാഭാവികമായിട്ടും അത് നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉള്ള ഒരു CJP സഖ്യത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ധാരണയെക്കുറിച്ചൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു സഖ്യം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ആരോപണം. അങ്ങനെ വരുമ്പോൾ BJP വോട്ടുകൾ ആർക്ക് പോകും? ആ വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് മറിഞ്ഞാൽ CPM-ലേക്കോ അല്ലെങ്കിൽ LDF-ലേക്കോ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിലമ്പൂരിലെ സാഹചര്യം എന്തായി തീരും? അൻവറിന്റെ അതിർത്തി കൂടി വരുമ്പോൾ അത് എങ്ങനെയൊക്കെ പരിണമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ UDF ചില ആശങ്കകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പൊ ഇതെല്ലാ വിഷയങ്ങളിലും ഒന്നുകൂടി പരിഗണിച്ച്, അതുകൊണ്ടാണ് സണ്ണി ജോസഫ് പറയുന്നത് ഒന്നിലേറെ പേരുകൾ പരിഗണനയിലുണ്ട്, ഒരുപക്ഷെ ഈ രണ്ടു പേർക്കും പകരം ഒരു സർക്കാർ സ്ഥാനാർത്ഥി വന്നുകൂടായികയില്ല എന്നുള്ളൊരു സൂചനയൊക്കെ അന്തരീക്ഷത്തിൽ ഉയരുന്നതിന്റെ ഒരു കാരണം ഇതാണ്. ഈ 2-3 ഘടകങ്ങളാണ്. ഒന്ന് BJPയുടെ നിലപാട്, 2 അൻവറിന്റെ പൂർണ്ണ തൃപ്തിയില്ലായ്മ. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ UDF സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ച് സങ്കീർണമാവുകയാണ്. എനിക്ക് തോന്നുന്നു അൻവറിന്റെ നിലപാടിനേക്കാൾ ഇക്കാര്യത്തിൽ അവരെ കൂടുതൽ അലട്ടുന്നത് BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നുള്ളതാണ്. ആ BJP വോട്ടുകൾ എൻ ബ്ലോക്കായിട്ട് LDF-ലേക്ക് പോകുന്ന അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇതെല്ലാം അറിഞ്ഞ ശേഷം മതി ഇടത് സ്ഥാനാർത്ഥി എന്ന തീരുമാനമായിരിക്കുമോ ഇടത് ക്യാമ്പ്? എല്ലാം പുറത്തു വന്ന ശേഷം ഏറ്റവും അവസാനം പ്രഖ്യാപിക്കാൻ കൂടി ഇരിക്കുകയായിരിക്കുമോ ഇടത് സ്ഥാനാർത്ഥിയെ? അത് ഉറപ്പാണല്ലോ, അതൊരു തന്ത്രമാണ്. ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിൽ അതിർത്തി വന്നാൽ പാലക്കാട്ട് പോലെയുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരാനുള്ള ഒരു സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ അവർക്ക് നേരിയ പ്രതീക്ഷയുണ്ടാവും. VS ജോയിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എവിടെയോ ഒരു വിദൂര പ്രതീക്ഷയുണ്ട്. ഏതെങ്കിലും ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായേക്കുമെന്ന് അവർ ഒരു പക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. എങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാകാം. കാരണം അല്ലെങ്കിൽ വേറൊരു ഘടകമുള്ളത് അൻവറിന്റെ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി UDF സ്ഥാനാർത്ഥിയെ മാറ്റി എന്നുള്ള ഒരു ഭൂരിപക്ഷ സമുദായ അംഗം കൂടിയാണ് എന്നുള്ളതും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ നിലമ്പൂരിൽ ഏതായാലും 50% മുസ്ലിം സമുദായമാണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സമുദായക്കാരനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചില സാഹചര്യങ്ങളും UDF ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടി വരും. ഏതായാലും കുറച്ചുകൂടി ആലോചിച്ചുകൊണ്ട് എല്ലാ വശങ്ങളും ഒന്നുകൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കാം UDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാന കാര്യം BJPയുടെ നിലപാട് തന്നെയാണ് എന്ന് വേണം വിചാരിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതാണ് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നൊരു വികാരം ഒരുപക്ഷെ UDF ഒരു ഘട്ടത്തിൽ ഉണ്ടായി കാണില്ല. പക്ഷെ ഇന്നലെ ഉണ്ടായ ഈ ഡെവലപ്മെന്റ് UDFന്റെ കണക്കുകൂട്ടലുകളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ പ്രതികരിച്ചത്, വിശകലനം നടത്തിയത്. ഇതിൽ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകുമോ എന്നുള്ളൊരു ചോദ്യം എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയില്ല PV അൻവർ എന്നുള്ള വിവരമാണ്. ഇന്ന് രാവിലത്തെ പ്രതികരണങ്ങളാണ്. താൻ ഇപ്പോഴും UDFന്റെ ഭാഗമായിട്ടില്ല, അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തന്റെ അഭിപ്രായം തേടേണ്ട ആവശ്യമില്ല എന്നായിരുന്നു PV അൻവർ പറഞ്ഞത്. UDF പ്രവേശനം വൈകുമ്പോൾ അണികൾക്ക് അതൃപ്തി സ്വാഭാവികം. നിലമ്പൂരിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി വരട്ടെ എന്നും അൻവർ കൂട്ടിച്ചേർത്തു. അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായി സത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. ചെകുത്താനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ, നല്ല ചെകുത്താനാണ്. ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെകുത്താനുണ്ട്, ജിന്നുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെകുത്താന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതിൽ നല്ല ജിന്നുകളുണ്ട്. അത് എനിക്കറിയില്ല. അല്ല, അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഷൗക്കത്തിന്റെ കാര്യം ഞാൻ എങ്ങനെ പറയാം? എനിക്ക് എന്റെ കാര്യം തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. മുന്നണി പ്രവേശനം വൈകുന്നതിലൊരു
ഒരതിർത്തി അല്ല, അനുയായികൾക്ക് സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഉറപ്പല്ലേ, ഇതിങ്ങനെ പറഞ്ഞ് നീട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അതിർത്തിയും വിഷമൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. അവർക്ക് എനിക്കതിനുള്ള ശേഷിയുള്ളതുകൊണ്ടാണ് എനിക്ക് അതിർത്തി ഇല്ലാത്തത്. ഇതൊക്കെ സ്വാഭാവികമായ കോമൺ സെൻസിൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇതൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഈ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് അതിന്റെ ഒരു പൂർണ്ണ അംഗമാകുക എന്നുള്ളതാണല്ലോ. അല്ല, അസോസിയേറ്റഡ് കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോഴും. അസോസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിന്റെ സ്റ്റെപ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അതാണല്ലോ. അപ്പൊ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും തുറന്നിട്ടില്ല. ഞാൻ എന്നും തൃപ്തനാണ്. ഈ സാധനം കൊണ്ടുപോകാൻ മറക്കരുത്. ഡീറ്റെയിൽസ് എടുക്കണം. എങ്ങനെ നമുക്ക് സ്ഥാനാർത്ഥിനെ വന്നിട്ടില്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വരട്ടെ. സി വി അനുമോദ് ചേരുന്നു. അനുമോദ്, ഇന്നലെ പറഞ്ഞ ചെകുത്താൻ പരാമർശം, അത് ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ അത് വേണമെങ്കിൽ ജിന്നുമാകാം എന്ന് പറയുമ്പോഴും നല്ല ജിന്നാണോ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം അൻവറിന്റെ ഭാഗത്തില്ല. അതൃപ്തി രഹസ്യമൊന്നുമല്ല, പരസ്യമായിട്ട് തന്നെ വ്യക്തമാക്കുന്നു പി വി അൻവർ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലേക്ക് പെട്ടെന്ന് കടക്കാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല. ഇതാണോ സ്ഥിതി മലപ്പുറത്ത് നിന്ന്? UDF ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരം ഇതാണ്. അപർണ, അൻവറിന്റെ വാക്കുകളിൽ കൃത്യമാണ് അൻവറിന്റെ നിലപാടുകൾ. താൻ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം മടി കാണിക്കുമ്പോൾ അതിന് അവസാനവട്ട സമ്മർദ്ദം കൂടി അൻവർ ചെലുത്തുകയാണ്. ഇവിടെ കൃത്യമായിട്ട് ആര്യടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ആദ്യം സ്ഥാനാർത്ഥി വരട്ടെ, നല്ല ചെകുത്താന്മാരും ചീത്ത ചെകുത്താന്മാരും ഇസ്ലാം മതവിശ്വാസപ്രകാരം ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് തന്റെ അതൃപ്തി അൻവർ വ്യക്തമാക്കുകയാണ്. പിണറായി വിജയനെതിരെ ആര് മത്സരിച്ചാലും കൈ കൊടുക്കുമെന്നും അൻവർ പറയുമ്പോൾ തന്നെ UDFിലെ സ്ഥാനാർത്ഥി വരട്ടെ, അതിനുശേഷം പറയാം, വേണ്ടി വന്നാൽ മത്സരിക്കുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ അത് തള്ളാനുമില്ല കൊള്ളാനുമില്ല എന്ന ഒരു മറുപടിയാണ് വാർത്താ സമ്മേളനത്തിന്റെ അവസാന ഭാഗത്ത് അൻവർ നൽകിയത്. അതായത് തന്നെ UDFിൽ എടുക്കാത്തതിന്റെ അതൃപ്തി, ആ മുന്നണിയിലേക്കുള്ള പ്രവേശനം നീണ്ടുപോകുന്നതിന്റെ അതൃപ്തി, സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്റെ വാക്കുകൾക്ക് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതിൽ അതൃപ്തി, ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നതാണ് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ കൃത്യമായ അദ്ദേഹത്തിന്റെ മറുപടികൾ. കൃത്യമായി അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറിയാണ്. മുൻപ് UDFിന് പരിപൂർണ പിന്തുണ എന്ന് പറഞ്ഞിരുന്ന അൻവറാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ആദ്യം വരട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാവുന്ന തരത്തിലേക്ക് ഒഴുക്കൻ മറുപടിയിലേക്ക് മാറുന്നത്. അതോടൊപ്പം തന്നെ മുൻപ് ഈ വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ ഒരു ചരിത്രവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേവലം 10 ദിവസം മാത്രമാണെന്ന് പ്രചാരണത്തിന് ഇറങ്ങിയത്, എന്നിട്ട് പോലും അന്ന് 48,000-ലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞു. തനിക്ക് ഇന്ന് നിലമ്പൂരിൽ 5 ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ എന്നും അദ്ദേഹം ആവർത്തിച്ചു. അത്തരത്തിൽ തന്റെ അതൃപ്തി കൃത്യമായി പറയുകയല്ല, കൃത്യമായി പറഞ്ഞു തന്നെ അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പി വി അൻവറിന്റെ വാക്കുകൾക്ക് UDF കോൺഗ്രസ് ചെവി കൊടുക്കാത്തതിന്റെ അതൃപ്തി കൃത്യമായി രേഖപ്പെടുത്തുന്നതായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ മറുപടികൾ. അപർണ, അനുമോദ, ഇതിൽ ഒരു സർപ്രൈസ് മുഖം പോലും വന്നുകൂടായികയില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതായത് വളരെ സേഫായിട്ട് ഒന്നുകിൽ ജോയ് അല്ലെങ്കിൽ ഷൗക്കത്ത്, ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെ അഭിമതനായിട്ടുള്ള മറ്റൊരാൾ, ആ ഒരു തരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ പറയപ്പെടുന്ന പേരുകൾ, ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ ഏതെല്ലാമാണിപ്പോൾ? അപർണ, ഇപ്പോഴും ഈ 2 പേരുകൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ചയിലുള്ളത്. നമ്മൾ ഇത് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോഴും VS ജോയ്, ആര്യടൻ ഷൗക്കത്ത് എന്ന 2 പേരുകൾ തന്നെയാണ് ഒതുങ്ങി നിൽക്കുന്നത്. അതിനപ്പുറം ഇവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് മുൻപ് വനിതാ സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ ചർച്ചയിൽ വന്നു. ആലിപ്പറ്റ ജമീലയെ പോലെ KPCC സെക്രട്ടറിമാർ ആയിട്ടുള്ള അവരുടെ പേരെല്ലാം ചർച്ചയിൽ വന്നിരുന്നു. പക്ഷേ അതൊന്നും അന്തിമഘട്ടത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും ഈ 2 പേരുകൾ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ചർച്ചകൾ നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആര്യടൻ ഷൗക്കത്തിന് ഈ ഒരു ചർച്ചയിൽ മേൽക്കൈയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അതിൽ ഈ അൻവറിന്റെ ഈ അതിർത്തി കൂടി കണക്കിലെടുത്തുകൊണ്ട് ചർച്ചകൾ വീണ്ടും നടക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ പ്രഖ്യാപനം വൈകാനുള്ളൊരു കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. VS ജോയ്ക്ക് വേണ്ടി അൻവർ വീണ്ടും സമ്മർദ്ദം ചെലുത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്മേൽ. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ വാക്കുകൾ അത് വളരെ വ്യക്തമാക്കുന്നതാണ്. ഈ 2 പേരുകൾക്കപ്പുറം പിന്നീട് പരിഗണനാ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ പേരുകളിൽ വന്നതൊന്ന് ആലിപ്പറ്റ ജമീലയുടേതാണ്. പക്ഷേ അതൊക്കെ എത്രമാത്രം സാധ്യതകളുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. ഈ 2 പേരുകൾ തന്നെയാണ് ഇപ്പോഴും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള
കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയിൽ അല്ലെങ്കിൽ അവരുടെ ചർച്ചയിൽ ഉയർന്നു വരുന്നത്. ഇനി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന മറ്റെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് വരും മണിക്കൂറിൽ അറിയാം. അതായത് അനുമോദ് 24 മണിക്കൂറിൽ പ്രഖ്യാപനമെന്ന് UDF പറയുക. പക്ഷേ ഈ തരത്തിലേക്ക് ചില ട്വിസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകുക, അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾ കൂടി വരുമ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കോൺഗ്രസ് ക്യാമ്പ്. അതിനിടയിലാണ് BJP സ്ഥാനാർത്ഥിയെ നിർത്തുകയുണ്ടാവില്ല എന്നുള്ള സൂചനകൾ വരുന്നത്. സ്വാഭാവികമായിട്ടും അത് CPM-ലേക്ക് മറിയാം എന്നുള്ളൊരു ആശങ്ക ഒരു വശത്ത്. ഇത് ഏത് തരത്തിലാണ് ഈ 101% പ്രതീക്ഷ എന്ന് പറഞ്ഞ ആ വാക്കുകൾ ഏത് തരത്തിൽ പ്രതിഫലിക്കുന്നു ഇപ്പോൾ UDF? വളരെ പ്രധാനപ്പെട്ടതാണ് BJPയുടെ സമീപനം. ഇതിൽ BJPക്ക് 12,000-ലധികം വോട്ടുകൾ മണ്ഡലത്തിലുണ്ട്. ഈ 12,000-ലധികം വോട്ടുകൾ എവിടെ പോകുന്നു എന്ന ചോദ്യമാണ് ഇതിൽ ഉയരുന്നത്. ഒരു തരത്തിൽ BJPയുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ ഒരു 10,000-ന്റെ വ്യത്യാസത്തിൽ UDFന് ലഭിക്കുന്ന വിജയം നഷ്ടമാവുകയും അതുപോലെ തന്നെ ഇവിടെ BJPയുടെ പിന്തുണയോടെ CPM ജയിച്ചു കയറുന്ന ഒരു സാധ്യതയും വന്നേക്കാമെന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൃത്യമായി UDFന്റെ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കണമെങ്കിൽ അതിന് ആ തരത്തിലുള്ള PV അൻവറിന്റെ 100% പിന്തുണ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം കൂടി കോൺഗ്രസിന് മുമ്പിലായിട്ടുണ്ട്. PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൃത്യമായി 16,000 വോട്ടുകൾ സ്വന്തമായിട്ട് അദ്ദേഹം നേടുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളാണ്. അതായത് ജയം തീരുമാനിക്കുന്നത് അൻവറിന്റെ സാന്നിധ്യവും അൻവർ നേടുന്ന വോട്ടുകളും അൻവർ നടത്തുന്ന പ്രചാരണവുമാണ് എന്നിരിക്കെ BJPയുടെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന അഭ്യൂഹം നിലനിൽക്കെ അൻവറിന്റെ വാക്കുകൾ തള്ളാൻ കോൺഗ്രസിന് കഴിയുകയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. ഇന്നലത്തെ ആ സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ ഒരു സമയം വരേക്കും വരുമ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ ഒരുപാട് സസ്പെൻസുകളിലേക്ക് വഴിമാറുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് BJPയുടെ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയാൽ ഇപ്പോൾ തന്നെ BJP സ്ഥാനാർത്ഥിയെ ഇനി സമ്മർദ്ദത്തെ തുടർന്ന് മത്സരിപ്പിച്ചാലും ആ വോട്ടുകൾ ഒരുപക്ഷെ BJPയിൽ നിന്നും CPM-ലേക്ക് പോകുമെന്ന് അൻവർ ഒരു മുഴം നീട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഓരോ വോട്ടുകളും പ്രധാനപ്പെട്ടതാകുമ്പോൾ അൻവർ പറയുന്നത് UDF നേതൃത്വത്തിന്റെ മുകളിൽ വലിയ സമ്മർദ്ദം ഉയർത്തുന്നതാണ്. അൻവറിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നേക്കും. ഇതിനെ എങ്ങനെ മറികടക്കും? ഒരുപക്ഷെ അതിനിടയിൽ അനുമോദ് വളരെ പ്രധാനപ്പെട്ട അനുമോദ്, അത് അങ്ങനെ ഒരു വിഷയം നിൽക്കുമ്പോൾ ലീഗിന്റെ നിലപാട് ഏത് തരത്തിൽ കൂടി ആശയക്കുഴപ്പത്തിലാക്കുന്നു കോൺഗ്രസിനെ? ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകുന്ന ലീഗ് സ്വാഭാവികമായിട്ടും അൻവർ മറുവശത്ത് നിൽക്കുകയും കൂടിയാണെങ്കിൽ വല്ലാതെ വിയർക്കേണ്ടി വരുമോ കോൺഗ്രസിന്? UDFനെ സംബന്ധിച്ച് ലീഗിന്റെ നിലപാട് എന്നും വ്യക്തമാണ്. കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവർക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ് ലീഗ് നിലപാടെന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ ലീഗിന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ഒരുപക്ഷെ അവർക്ക് അൻവറുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ അവർക്ക് അൻവർ അവരെ സ്വാധീനിക്കുകയാണെങ്കിൽ എത്രമാത്രം ഈ കണക്കിലെടുക്കുന്ന വോട്ടുകൾ മുഴുവൻ UDFിലേക്ക് എത്തുമെന്ന് പറയാനാകില്ല. നമുക്കറിയാം അൻവറിന് കൃത്യമായിട്ടുള്ള ബെൽറ്റുകൾ ഓരോ മേഖലയിലും ഉണ്ടെന്ന് അൻവർ അവകാശപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം പലയിടത്തും അൻവർ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്ത് ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം വരെ UDFിലേക്ക് മാറ്റുവാൻ അൻവറിന്റെ ഇടപെടൽ സഹായകമായിട്ടുള്ള UDF തന്നെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ നിലമ്പൂരിലെ ഓരോ മേഖലയിൽ നിന്നും അൻവറിന് കൃത്യമായ ബെൽറ്റുകളുണ്ട്, അൻവറിന് കൃത്യമായ വോട്ട് ബാങ്കുകളുണ്ട്. അത് കൃത്യമായി അൻവറിന്റെ കൂടെ നിൽക്കുമെന്ന് അൻവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഓരോ വോട്ടും വിലപ്പെട്ടതാവുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും UDFിന് അൻവറിന്റെ വാക്കുകൾക്ക് കുറെ കൂടി ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട്. അതാണ് ഏകദേശം UDF ക്യാമ്പിൽ നിന്നുള്ള ചിത്രം. ഡാൻ കുര്യൻ കൂടി ചേരുന്നു. ഡാൻ, ഇതിനകത്ത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് ഗുണകരമായി വരുന്നത് ഇടത് ക്യാമ്പിനാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഒന്ന്, ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലേക്ക് UDFന് കടക്കണം. അത് നോക്കിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി മതി എന്നുള്ളൊരു തീരുമാനത്തിലാണോ ഇടത് ക്യാമ്പ്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംസ്ഥാന നേതാവ് തന്നെ നിലമ്പൂരിൽ വരുന്ന ഒരു സാഹചര്യം, M സ്വരാജിന്റെ പേരുകളൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിൽ, അതല്ല എങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ തന്നെ മറ്റേതെങ്കിലും നേതാവ് വരുന്ന ഒരു സാഹചര്യം, ഇതിൽ ഒരു തീരുമാനം ഇടതുമുന്നണി ഇതുവരെ എടുത്തിട്ടില്ല എന്നുകൂടിയുണ്ടോ? അവരുടെ നാളെയാണ് CPM-ന്റെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ആരെ നിലമ്പൂരിലേക്ക് കളത്തിലിറക്കണം, അൻവറിനെതിരായ പോരാട്ടം നയിക്കാൻ ആരെ നിയോഗിക്കണം എന്ന കാര്യത്തിൽ അന്തിമ ചിത്രം തെളിയുക. എന്തായാലും മുഖ്യമന്ത്രി അടക്കം മികച്ച ഒരു സ്ഥാനാർത്ഥി, അതായത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പ്രതീതി ഉണർത്തുന്ന തരത്തിൽ കൃത്യമായ ഒരു വ്യക്തിത്വത്തെ തന്നെ അവിടെ ഉയർത്തി കാണിക്കണമെന്ന നിലപാടിലാണ്. അങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് തന്നെയുള്ള പാർട്ടിയുടെ യുവമുഖം കൂടിയായ
എം സ്വരാജിന്റെ പേര് പരിഗണനയിലേക്ക് വരുന്നത്. സ്വരാജ് തന്നെ കളത്തിറങ്ങണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ സ്വരാജ് പൂർണ്ണമായി മത്സരത്തിന് സന്നദ്ധത അറിയിച്ചിട്ടില്ല, പൂർണ്ണമായി മനസ്സ് തുറന്നിട്ടില്ല, അക്കാര്യത്തിൽ സമ്മതം മൂടിയിട്ടില്ല എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും 2-3 പേരുകൾ CPM-ന്റെയും പരിഗണനാ പട്ടികയിലുണ്ട്. അതിലൊന്ന് സാമൂഹ്യ രംഗത്ത് സജീവമായിരിക്കുന്ന ഒരു വ്യക്തി കൂടി ഉൾപ്പെടുന്ന ഒരു പട്ടികയാണ് CPM-ന്റെ പരിഗണനയിലുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെയും നിർണായകമായി മാറാൻ പോകുന്നത് BJP സ്ഥാനാർത്ഥിയെ നിർത്തുമോ, മത്സര രംഗത്ത് ഇറങ്ങുമോ എന്ന ചോദ്യം തന്നെയാണ്. നമുക്ക് ഒരു കാര്യം ഉറപ്പായി പറയാം, BJP മത്സരിക്കാതിരിക്കുകയും പകരം LDF-ഉം UDF-ഉം തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ ആര് ജയിച്ചാലും മറുകക്ഷി ഒത്തുകളി നടന്നിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിക്കും. UDF ആണ് വിജയിക്കുന്നതെങ്കിൽ CPM ഉന്നയിക്കുന്ന ആരോപണം BJP-യും UDF-ഉം തമ്മിൽ ഒത്തുകളി നടന്നു, BJP വോട്ടുകൾ UDF-ലേക്ക് മറിഞ്ഞായിരിക്കും. മറിച്ച് LDF ആണ് വിജയിക്കുന്നതെങ്കിൽ BJP വോട്ടുകൾ LDF-ലേക്ക് മറിഞ്ഞു എന്ന ആക്ഷേപം അത് കൃത്യമായി UDF-ന്റെ ഭാഗത്തുനിന്ന് ഉന്നയിക്കപ്പെടും. അവിടെ നിർണായകമായി മാറാൻ പോകുന്നത് ഏതാണ്ട് 10,000-നടുത്തുള്ള BJP വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമോ, മത്സര രംഗത്ത് അവർ ഉണ്ടാകുമോ, ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയായിരിക്കും അന്തിമമായി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ UDF-നും LDF-നും നിർണായകമായി മാറുക. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് തന്നെ നടക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. ഡാൻ, ഇതിനകത്ത് BJP-ക്കകത്ത് ഇതിൽ ഒരേ തീരുമാനം തന്നെയാണോ? പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഇത് വോട്ട് മറിക്കൽ എന്നുള്ളൊരു ആരോപണം അൻവർ അടക്കം ഉന്നയിക്കുകയും UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊക്കെ അത് ആവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലൊരു മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് കടക്കാൻ നിർബന്ധിതമായേക്കും സംസ്ഥാന നേതൃത്വം, അങ്ങനെ ഒരു സൂചനകളുണ്ടോ? BJP-യുടെ കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ സൂചനകൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്നലെ വന്ന പരസ്യ പ്രതികരണത്തിൽ ഉൾക്കൊള്ളുന്നതും. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു പ്രയോജനവുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനാണ് സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് എന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയ പരാമർശം ദേശീയ നേതൃത്വത്തിന്റെ കൂടി ഒരു കൃത്യമായ നിലപാടിന്റെ ചൂണ്ടുപലകയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷേ ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായതായാണ് സൂചന. ചില മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിക്കാതെ ഇരുന്നാൽ അത് വോട്ട് കച്ചവടത്തിന് വഴിയൊരുക്കിയെന്ന ആക്ഷേപം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഉയർന്നു കേൾക്കുന്ന സാഹചര്യമുണ്ടാകും. അനാവശ്യമായ ഒരു പ്രചാരണം BJP-ക്കെതിരെ വരാൻ അത് കാരണമാകും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയതിന് പിന്നാലെ തന്നെ പാർട്ടി മുഴുവൻ വലിയൊരു വിവാദത്തിലേക്ക് അകപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും എന്ന തരത്തിലേക്ക് ഒരു വിഭാഗം പറയുമ്പോഴും മറ്റൊരു വിഭാഗം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കാണിക്കുന്നത് നിലമ്പൂരിൽ BJP പ്രസക്തമല്ല, അത് കൃത്യമായി രഹസ്യമായ പരസ്യമാണ്. അവിടെ ഒരു മത്സരത്തിൽ BJP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടായാലും ഇല്ലെങ്കിലും അത് കൃത്യമായി ബാധിക്കാൻ പോകുന്നത് മറ്റ് 2 മുന്നണികളെയാണ്. അതിനപ്പുറത്തേക്ക് BJP-ക്ക് കാര്യമായിട്ട് സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് അവർ. അതിനപ്പുറത്തേക്ക് മറ്റൊരു സാധ്യത കൂടി തെളിയുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് UDF-ന്റെ ഭാഗത്ത് നിന്ന് സ്ഥാനാർത്ഥിയാകുന്നത് ഒരു ക്രൈസ്തവ മുഖം അല്ല എങ്കിൽ, അതായത് VS ജോയിയുടെ പേരല്ല ഉയരാൻ പോകുന്നതെങ്കിൽ BJP വളരെ അപ്രതീക്ഷിതമായി ഒരു ക്രൈസ്തവ മുഖത്തെ അവിടെ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. അത് ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കും, രാഷ്ട്രീയ നീക്കമായിരിക്കും. അതിന് വില കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വമായിരിക്കും, UDF ക്യാമ്പായിരിക്കും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. യെസ്, തിരികെ എത്താം. ഡാൻ കുര്യനും CB അനുമോദും ഉണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ. ഇനിയും ചിത്രം ബാക്കിയാണ്, ആരായിരിക്കും പോരാളികൾ എന്നറിയാൻ. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സാധ്യത തള്ളാതെയും PV അൻവർ മത്സരിക്കുമെന്ന ചോദ്യത്തിന് അതൊന്നും ഇപ്പോൾ പറയാനാകില്ലെന്ന് അൻവർ പറഞ്ഞു. എന്നാൽ ഇക്കാര്യം തള്ളുകയും വേണ്ട, കൊള്ളുകയും വേണ്ടെന്നും അൻവർ വ്യക്തമാക്കി. അതാണല്ലോ ഇപ്പൊ UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി സത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചാണല്ലോ ഇപ്പൊ UDF ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീരുമാനിക്കട്ടെ. അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് അല്ലേ. അല്ല, പണ്ട് കരുണാകരൻ ലീഡർ പറഞ്ഞ പോലെ തള്ളും വേണ്ട കൊള്ളും വേണ്ട, തള്ളും വേണ്ട കൊള്ളും വേണ്ട. ലീഡർ അങ്ങനെയാണല്ലോ പറയുന്നത് അത്തരം ഘട്ടങ്ങളിൽ. അങ്ങനെ കൂട്ടിയാൽ മതി. അത് CB അനുമോദ് ചേരുന്നു. അനുമോദ്, ആ ഒരു വഴിത്തിരിവിലേക്കൊക്കെ
പോകുമോ കാര്യങ്ങൾ എന്നുള്ള കാര്യം തള്ളുകയും വേണ്ട കൊള്ളുകയും വേണ്ട എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനില്ല എന്നുള്ള നിലപാടല്ല PV അൻവറിന് ഇപ്പോഴുള്ളത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതാണോ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് നിൽക്കുന്ന കാര്യങ്ങൾ? ഇനി ഒരു സർപ്രൈസ് മുഖമെന്ന് പറയുമ്പോൾ അതും ഈ തരത്തിലേക്കൊക്കെ ഒരു തീരുമാനം വരാനുള്ള സാധ്യതയുണ്ടോ? അത് അങ്ങനെ എളുപ്പത്തിൽ UDF എടുക്കാൻ കഴിയുന്ന തീരുമാനവുമല്ല. ഏത് തരത്തിലാണ് ആ പ്രതികരണത്തെ കാണേണ്ടത്? അൻവറിൻ്റെ ഈ ഒരു പ്രസ്താവന അത് കൃത്യമായിട്ട് അൻവറിൻ്റെ അതൃപ്തി വ്യക്തമാക്കുന്നതാണ്. താൻ തള്ളാനും വേണ്ട കൊള്ളാനും വേണ്ട എന്ന് പറയുമ്പോൾ താൻ എന്ത് ചെയ്യാൻ തയ്യാറാണ് എന്ന ഒരു അർത്ഥം കൂടി അതിന് കണക്കാക്കേണ്ടതുണ്ട്. UDF സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് തൻ്റെ അഭിപ്രായം താൻ പറഞ്ഞു കഴിഞ്ഞിട്ടും അതിനോട് UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. തന്നെ UDF എടുക്കുന്ന കാര്യത്തിലും അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. തന്നെ ബസ്സിൻ്റെ ചവിട്ടുപിടിയിൽ പോലും നിർത്തുന്നില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം UDF ഭാഗമല്ല. പക്ഷേ തനിക്ക് ഈ പറയുന്ന സ്ഥാനാർത്ഥി അതൃപ്തി ഉള്ള സാഹചര്യത്തിൽ അവിടെ താൻ മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തള്ളിക്കളയാൻ കഴിയുന്ന സാഹചര്യമല്ല അത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം ഒരുപക്ഷെ UDF സമ്മർദ്ദത്തിലാക്കി VS ജോയിക്ക് മേൽ താൻ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയുടെ പേരിൽ അദ്ദേഹം കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നു. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദതന്ത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയും. അതല്ലെങ്കിൽ ഈ UDF താൻ കൂടി മത്സരിക്കുമെന്ന ഒരു മുന്നറിയിപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ കാണാൻ കഴിയും. നേരത്തെ തന്നെ പലവരു അൻവർ ആവർത്തിച്ചതാണ് ഈ നെക്സസ് എന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അത് LDF നിന്നും വിട്ടുപോരുമ്പോൾ അൻവർ ഏറ്റവും അധികം പറഞ്ഞൊരു വാക്കും നെക്സസ് ആണ്. അപ്പോൾ ഈ നെക്സസ് എന്ന കാര്യത്തിൽ വീണ്ടും അൻവർ ഉറച്ചു നിന്ന് നിലമ്പൂരിൽ ഒരു പ്രചാരണത്തിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേരിൽ ഇറങ്ങുകയാണെങ്കിൽ അതും തള്ളിക്കളയാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. പക്ഷേ ഇതിന് കൃത്യമായിട്ട് UDF മേൽ കോൺഗ്രസിന് മേൽ അൻവർ ചെലുത്തുന്ന അവസാന ഘട്ടത്തിലുള്ള സമ്മർദ്ദ തന്ത്രമായിട്ട് തന്നെ വേണം ഇതിനെ കാണുവാൻ. ഇതിനോട് എങ്ങനെ UDF നേതൃത്വം കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സണ്ണി ജോസഫ് അൻവർ ഒരു ക്രിസ്തീയ സ്ഥാനാർത്ഥി വേണമെന്ന കാര്യം അറിയിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ അതറിയില്ല എന്ന മറുപടിയാണ് KPCC അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹത്തോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് ഇപ്പോഴല്ലേ KPCC പ്രസിഡന്റ് ആയത് എന്നായിരുന്നു PV അൻവറിൻ്റെ മറുപടി. അതായത് താൻ മുൻപത്തെ KPCC പ്രസിഡന്റിനോടും നേതാക്കന്മാരോടും കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് സണ്ണി ജോസഫ് അപ്പോഴല്ല ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തീർച്ചയായിട്ടും PV അൻവറിൻ്റെ നിലപാട് ഇതിൽ വ്യക്തമാണ്. കോൺഗ്രസ് നേതൃത്വത്തെ താൻ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അതേപോലെ തന്നെ UDF മുന്നിലെടുക്കുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം എടുക്കുന്ന നിലപാടിനോടുള്ള അതൃപ്തി വ്യക്തമാക്കുന്നതാണ് PV അൻവറിൻ്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം തള്ളാനുമില്ല കൊള്ളാനുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു കൃത്യമായ ചോദ്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു അമ്പായിട്ട് തന്നെ വേണം കാണുവാൻ. CV അനുമോദും ഡാൻ കുര്യനും വിവരങ്ങളും വിശകലനങ്ങളും നൽകുമ്പോൾ ഇതാണ് നിലമ്പൂരിലെ ചിത്രം. നിലമ്പൂരിൽ പോർക്കളം മാത്രം തയ്യാറാകുമ്പോൾ ആരാകും പോരാളികൾ എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണമായ തീരുമാനത്തിലേക്ക് വരുന്നില്ല. UDF കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പം തുടരുന്നു. അത് VS ജോയ് ആകുമോ ആര്യാടൻ ഷൗക്കത്ത് ആകുമോ എന്നുള്ള ചോദ്യത്തിന് ഷൗക്കത്തിന് പിന്തുണ നൽകാതെ PV അൻവർ അൻവർ തന്നെ മത്സരിക്കുമോ എന്നുള്ള വിഷയം പോലും പൂർണ്ണമായി തള്ളിക്കളയാതെയുള്ള അൻവറിന്റെ പ്രതികരണം ഒരു വശത്ത് നിൽക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം ഇടത് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനെന്ന് ഇടത് ക്യാമ്പ്. അതേസമയം മത്സരരംഗത്തേക്ക് ഇറങ്ങണ്ട എന്നൊരു തീരുമാനത്തിൽ ഇപ്പോൾ BJP എത്തി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ചിത്രം വ്യക്തമാക്കും. മറ്റ്